സാർ ഇതിൽ ഇപ്പം നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന്റെ ഒരു എൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ലൈക്ക് ഇത് ട്രേഡുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ തന്നെ അടുത്തൊരു കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ജർമ്മനി ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന കെയർ ഹോമുകളിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ, ഹൗസ് ബിൽഡിംഗ് മൊത്തം കെയർ ഹോമുകളാണ്, ഹോസ്പിറ്റലുകളില്ല. അപ്പോൾ ഇതിന്റെ ഒരു റിയാലിറ്റി സൈഡിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ അതൊന്ന് എങ്ങനെയാണ് സാർ ആക്ച്വലി കെയർ ഹോം ഒരു കോൺസെപ്റ്റ് എന്താണ്, ആക്ച്വലി എന്തുകൊണ്ടാണ് ജർമ്മനിയിൽ കെയർ ഹോമുകൾ ഉള്ളത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി നോക്കിയാലോ? ഓക്കെ, നമുക്ക് ആദ്യം ഈ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കെയർ ഹോമിന്റെ ഒരു വിഷയം സംസാരിക്കാം. അതായത് പലപ്പോഴും ഈ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ചോദിക്കുന്നത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ കെയർ ഹോമിലുള്ള ജോലിയാണോ കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനാദ്യം പറയേണ്ട ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള പ്രോഗ്രാമാണ്. ഈ കോഴ്സ് പാസ്സാവുന്ന ഒരു വിദ്യാർത്ഥി ഒരു രജിസ്റ്റേർഡ് നേഴ്സായി തീരുകയാണ് ചെയ്യുന്നത്. ആ കോഴ്സ് പാസ്സാവുന്ന വിദ്യാർത്ഥിക്ക് ജർമ്മനിയിലുള്ള ഏത് ഹോസ്പിറ്റലിൽ ഏത് പൊസിഷനിലും നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർ പഠിക്കുന്ന അവസരത്തിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പഠിച്ചുകൊണ്ടാണ് അവർ രജിസ്റ്റേർഡ് നേഴ്സ് ആവുന്നത്. അതായത് ഏജ്ഡ് കെയർ ഉണ്ടാവും, അതിനുള്ളിൽ ഇപ്പം കുട്ടികളെ നോക്കുന്ന കാര്യം ഉണ്ടാവും, കാർഡിയാക് യൂണിറ്റ് ഉണ്ടാവും, അങ്ങനെ എല്ലാ യൂണിറ്റിലെയും പഠനം കഴിഞ്ഞാലേ ഒരാൾക്ക് നേഴ്സ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള പഠനമുണ്ട്, എല്ലാ വിധത്തിലുമുള്ള ജോലിയിലേക്കും നേഴ്സിംഗ് ജോലിയിലേക്കും അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഏജ്ഡ് കെയറിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. അതായത് ഇത് നമ്മുടെ നാട്ടിലെ ഒരു പുതുമയുള്ളൊരു സംഗതിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ പ്രായമുള്ളവരെ നമ്മളാരും നോക്കുന്നില്ല. അവര് സ്വാഭാവികമായിട്ടും അങ്ങനെ, അതായത് ഗവൺമെന്റ് നോക്കുന്നില്ല. ഓരോരുത്തരും കിടപ്പ് രോഗികൾ എന്നാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാര് പ്രായവരൊക്കെ കിടപ്പ് രോഗികൾ എന്നുള്ള സങ്കല്പമാണ്. ഒന്ന്, നമ്മുടെ നാട്ടിൽ ആയുർദൈർഘ്യം കുറവാണ്. ഇപ്പോഴാണ് നമ്മൾ ക്രമേണ കൂടി വരുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ 30 വയസ്സൊക്കെ ആയിരുന്നു ശരാശരി ആയുർദൈർഘ്യം. 40 50 അത്രയൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ നാട്ടിലെ ആവറേജ് പിന്നെ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഒരു വികസിത ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത് അത് 100 years ആണ്. അതായത് 100 വയസ്സ് വരെ ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു ലൈഫ് സ്പാനിലുള്ള ഒരു രാജ്യത്തെ അവരുടെ ചികിത്സയുടെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു 60 വയസ്സിന് മുകളിൽ തൊട്ട് ഈ 100 വയസ്സ് വരെയുള്ള ആളുകളുടെ ആരോഗ്യ പരിപാലനം എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ എന്താണ് ഹോസ്പിറ്റലുകളുടെ രോഗം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഒന്ന് നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴുള്ള ഡിസീസസുകൾ, പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടില് ഈ പകർച്ചവ്യാധികൾ വരും. ഇപ്പൊ മഴക്കാലം വന്നാൽ ഉടനെ പനി, ഹോസ്പിറ്റലിലെല്ലാം പനി കൊണ്ട് ബെഡില്ല കിട്ടാതെ, അങ്ങനെ ഇങ്ങനെയുള്ള ഈ ക്ലൈമറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഒന്ന് വരുന്നത്. രണ്ട്, നമ്മുടെ നാട്ടിലെ ഈ പിന്നെ ആക്സിഡന്റ് കേസുകൾ ഭയങ്കരമായിട്ട് ക്രോണിക്കായിട്ട് ഹോസ്പിറ്റലുകളിൽ വരുന്ന വലിയൊരു ഇതാണ് ആക്സിഡന്റ് കേസുകൾ. മൂന്നാമതായിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പൊ വളരെ കൂടുതലായിട്ട് വരുന്ന ഒരു ഇതാണ്. ഇത് മൂന്നിന്റെയും ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ റിലേറ്റഡ് ആയിട്ട് നടക്കുന്നത്. ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒന്നേ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കുറവായിരിക്കും, രണ്ട് ആക്സിഡന്റ് കേസുകളും വളരെ കുറവായിരിക്കും. അവർക്ക് കൂടുതലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ഈ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടാകും. പക്ഷെ അവർ കുറച്ച് നമ്മളെക്കാൾ കൂടുതൽ അവെയർ ആയതുകൊണ്ട് അവരതിൽ കുറെ കൂടി ശ്രദ്ധിക്കും. പിന്നെ ഏജ്ഡ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയാണ് എല്ലാ ആശുപത്രിയിലും എല്ലാ സ്ഥലത്തും കൂടുതലായിട്ട് നടക്കുന്നത്. ഈ ഏജ്ഡ് കെയർ ഹോം എന്ന് പറയുന്നത് കിടപ്പ് രോഗികളല്ല. നമ്മുടെ നാട്ടിലെ ഏജ്ഡ് കെയർ എന്ന് പറയുന്നത് കിടപ്പായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ കെയർ ഉള്ളൂ, പരിഗണിക്കുള്ളൂ. അതിനുമ്പ് അപ്പോഴേ നമുക്ക് വയസ്സായി നമ്മൾ പരിഗണിക്കുള്ളൂ, അതുവരെ പരിഗണിക്കില്ല. അവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള എന്താ പറയുക, അവരെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ചില ആളുകൾ ഒറ്റപ്പെട്ട ആളുകളായിരിക്കും, ഫാമിലി ഉണ്ടാകും, അതിലൊക്കെ കുട്ടികളില്ലാത്ത ആളുകളായിരിക്കും, ചിലപ്പോൾ ഹസ്ബൻഡ് നേരത്തെ മരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് ഫിസിക്കലായിട്ടുള്ള സപ്പോർട്ട് വേണം, അതുപോലെ തന്നെ മെൻ്റലായിട്ടുള്ള സപ്പോർട്ട് ചിലപ്പോൾ പലപ്പോഴും കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഉടനെ ഭ്രാന്തെന്നാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ചിന്തിക്കുന്ന ഉടനെ. ഭ്രാന്തുള്ള ആളുകളെ അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു ഡോക്ടറെ അടുത്ത് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക. അവിടെ അങ്ങനെയല്ല, അവർക്ക് വെൽബീയിങ്ങിന് ഒരു ഹാപ്പിനെസ് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ആ സപ്പോർട്ട് വേണം, ഫിസിക്കൽ സപ്പോർട്ട് വേണം, അവരെ എന്താ പറയുക, അവരുടെ ഫുഡ്, അക്കോമഡേഷൻ, എല്ലാ കാര്യങ്ങളും അവരെ കെയർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഏജ്ഡ് കെയർ ഹോമുകളിലൊക്കെ നടക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് പറയുമ്പോൾ ഇങ്ങനെ ബെഡേ കിടക്കുകയാണ്, എന്താ പറയുക, മലമൂത്ര വിസർജനം എടുക്കുക, വായിലും ഭക്ഷണം വെച്ച് കൊടുക്കുക, ഡ്രിപ്പ് ഇടുക, രോഗി ഇങ്ങനെ കിടക്കുക, ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു കൺസെപ്റ്റ്. ഇതല്ല, നല്ല ആരോഗ്യമുള്ള ആളുകൾ തന്നെയാണ്, അവർ കുറച്ച് ഏജായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം പ്രധാനമായിട്ടും അതിനാണ് പോകുന്നത്. ഒരു കാരണവശാൽ ഹൗസ് ബിൽഡിങ്ങിന് പോകുന്ന നേഴ്സിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരിക്കലും ഇത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടല്ല വേണം. അവർ രജിസ്റ്റേർഡ് നേഴ്സ് ആവുന്നത്. അവർക്ക് എന്താ പറയുക, ഓപ്പറേഷൻ തിയേറ്ററിലും ജോലി ചെയ്യാൻ പറ്റും, അവർക്ക് ഈ ഏജ്ഡ് കെയറിലും ജോലി ചെയ്യാൻ പറ്റും,
ഏത് ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനാണ് ഈ പ്രോഗ്രാം വഴി അവർക്ക് കിട്ടുന്നത്. വൺസ് രജിസ്റ്റേർഡ് നേഴ്സ് ആകുക എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. സാർ ഇതുമായിട്ട് ഇപ്പം എനിക്ക് 1-2 കാര്യങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. സോ ബേസിക്കലി കോമൺലി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കുട്ടികൾ ഫയൽ വരുമ്പോൾ പറയുന്നതാണ്. സാർ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് മതി, കെയർ ഹോമിലേക്ക് എനിക്ക് വേണ്ട. സോ ആദ്യമേ തന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ സിലബസുകളിൽ പെട്ട ഒരു പാർട്ടാണ് കെയർ ഹോം. സോ ബേസിക്കലി അവർക്ക് നമ്മുടെ ICU ഉണ്ടാവും, അതുപോലെ ഔട്ട് പേഷ്യൻ്റ് ഉണ്ടാവും, ഇൻ പേഷ്യൻ്റ് ഉണ്ടാവും, കെയർ ഹോംസ് ഉണ്ടാവും, അതുപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ് ബിൽഡിങ്ങിൽ കവറപ്പ് ആവും. പിന്നെ ഒരു കാര്യം കൂടെ കുട്ടികളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. ശരിക്കും 2 തരത്തിലാണ് നേഴ്സുമാരെ അവിടെ കാണുന്നത്. ഒന്ന് രജിസ്റ്റേർഡ് നേഴ്സും പിന്നെ ഒന്ന് ജീരിയാട്രിക് നേഴ്സ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹോസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റേർഡ് നേഴ്സാണ്. അവർ കെയർ ഹോമിൽ നിന്ന് പഠിച്ചാലും അല്ലെങ്കിൽ കെയർ ഹോമാണ് അവരുടെ എംപ്ലോയറെങ്കിലും ഹോസ്പിറ്റലാണ് അവരുടെ എംപ്ലോയറെങ്കിലും സാറ് പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അവർക്ക് എവിടെ വേണേലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ കെയർ ഹോമിലോ എവിടെ വേണേലും വർക്ക് ചെയ്യാം. അത് അവരുടെ 2 വർഷത്തിന് ശേഷം അവർ ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ 3 വർഷത്തിൽ 2 വർഷത്തിന് ശേഷം അവരിത് ചൂസ് ചെയ്ത് അവർക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാം. ഇനി ഇത് കൂടാതെ ജീരിയാട്രിക് നേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും കൂടെ ഉണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം അത് കെയർ ഹോമിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ കുട്ടികൾ ഇത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന കെയർ ഹോം ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഇതെല്ലാ പാർട്ടും ഇതിനകത്ത് കവറാവും. നിങ്ങൾക്ക് ഇനി ഹോസ്പിറ്റലിൽ കിട്ടിയാലും കെയർ ഹോമിൻ്റെ പാർട്ടും കവറാവും. പിന്നെ അതിനെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കുക. കൃത്യമായിട്ട് നമുക്കതുള്ളൊരു പാത്ത് വേ ആയിട്ട് തന്നെ ഇതിനെ ചൂസ് ചെയ്യുക. സാർ എനിക്ക് മനസ്സിലാകുന്നത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത കുറേ ആളുകളാണ് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി ഒരു ഹാഫ് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുക. ജർമ്മനിയിൽ പോയാൽ നിങ്ങൾ ഫുള്ള് കെയർ ഹോമുകളിലേക്കാണ് പോകാന്നൊക്കെ പറയുന്നത്. അല്ല, രജിസ്റ്റേർഡ് നേഴ്സ് ആയി കഴിയുമ്പം അവർക്ക് ഇതൊന്നും പഠിക്കാതെ അവർക്കൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ഇവര് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവര് നേഴ്സിംഗ് പഠനത്തിന്റെ ഒപ്പം ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പോയ കുട്ടികൾ തന്നെ പറയില്ല, അവർക്ക് 2 വീക്സ് ഇതായിരുന്നു പ്രോഗ്രാം, കെയർ ഹോമിലായിരുന്നു. ഈവൻ ആംബുലൻസിൽ സർവീസ് വരെ പഠിക്കാനുണ്ട്. അതായത് 1 വീക്ക് ആംബുലൻസ് സർവീസിന്റെ സ്റ്റഡീസാണ് അവർ പ്രാക്ടിക്കൽ നടത്തിക്കൊണ്ടിരുന്നത്. ആംബുലൻസിൽ പോവുക, രോഗികളെ കൊണ്ടുവരിക, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയിട്ടാണ് അവർ പഠിച്ചിട്ടാണ് അവർ നേഴ്സായിട്ട് പുറത്തിറങ്ങുന്നത്. ഒരു ഡെവലപ്ഡ് കൺട്രി ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്റ്റഡീസിനേക്കാൾ എത്രയോ ക്വാളിറ്റിയിലും എത്രയോ പ്രാക്ടിക്കലുമായിട്ടായിരിക്കും അവരെ പഠിപ്പിക്കുന്നത്. അത് നമ്മളെക്കാളും 30-35 കൊല്ലം അഡ്വാൻസ്ഡ് ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാർ ഇതുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ്ലി ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. അതായത് നമ്മുടെ നാട്ടിലെ നഴ്സിംഗ് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഓഫ് ദ പേരൻസിൻ്റെ ഒറ്റ ഓപ്ഷനുകളുടെ മുമ്പിൽ BSc നഴ്സിംഗ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് അവർ GNM-ലേക്ക് കൺസിഡർ ചെയ്യുക. ഹൗസ് ബിൽഡിങ്ങിൽ നമ്മൾ പഠിക്കുന്ന നഴ്സിംഗ് എന്ന് പറയുന്നത് ഡിപ്ലോമയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള നഴ്സിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു പേരൻറ്റിന് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഒരു ഡിപ്ലോമ നഴ്സിംഗ് ഇപ്പോൾ +2 90% മാർക്ക് മേടിച്ചൊരു കുട്ടിയായിരിക്കും. അപ്പോൾ അതിനെ ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അതായത് നമ്മുടെ ഈ വെബിനാറിലും എല്ലാം നിരന്തരമായിട്ട് പേരൻസും കുട്ടികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇത് BSc നേഴ്സിംഗ് ആണോ ജനറൽ നേഴ്സിംഗ് ആണോ എന്നുള്ള ചോദ്യം. അപ്പം ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ BSc നേഴ്സിംഗ് കൂടിയൊരു നേഴ്സിംഗും ജനറൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ നേഴ്സിംഗുമായിട്ടാണ് ആളുകൾ ചിന്തിക്കുന്നത്. ജർമ്മനി പോലുള്ള രാജ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആവുകയാണ് വേണ്ടത്. അതിന് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജനറൽ നേഴ്സിംഗ് അല്ലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമാണ്. BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ് മുതലായ പ്രോഗ്രാമുകൾ കുട്ടികൾ പഠിക്കുന്ന അവിടെ നേഴ്സിംഗ് പ്രൊഫഷനിൽ ഒരു ടീച്ചറായി മാറാൻ വേണ്ടിയിട്ടാണ് അവരത് പഠിക്കുന്നത്. ഇപ്പം ഒരാൾ BSc നേഴ്സിംഗ് കഴിഞ്ഞു, MSc നേഴ്സിംഗ് എടുത്ത് അവർ ഒരു ടീച്ചറായി മാറി, അല്ലെങ്കിൽ ആ ഒരു പാഷനുള്ള ആളുകളാണ് ആ പ്രോഗ്രാമിന് പോകേണ്ടത്. ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യേണ്ട ആളുകൾ തീർച്ചയായിട്ടും ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം പഠിച്ച് ഒരു നേഴ്സാവുകയാണ് വേണ്ടത്. ഇനി ഇത് തമ്മിലുള്ള അവരുടെ കരിയറിലെ വ്യത്യാസം കൂടി നമുക്ക് സംസാരിക്കാം. അതായത് ഒരു നേഴ്സാവുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത്. ശമ്പളം അവർക്ക് കൂടുതലുണ്ടാവും, അവർക്ക് ഓവർ ടൈം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് മറ്റ് ഹോസ്പിറ്റലുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ പെട്ടെന്നുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഈ ആശുപത്രിയിൽ പോയി കുറേ നാൾ ജോലി ചെയ്ത് ഇത് വേണ്ട, പെട്ടെന്ന് അവർക്ക് സ്വിച്ച് ചെയ്ത് തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്ത് മാറാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ടീച്ചറായി പോകുന്ന ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊന്ന് നേഴ്സിൻ്റെ അത്രയും ശമ്പളം ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഈ ഓവർ ടൈം മറ്റ് ബെനിഫിറ്റുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. അവരിപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനൊന്നും അത്ര എളുപ്പമല്ല. അപ്പം നമ്മളെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ജർമ്മനി പോലുള്ള രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ളൊരു ആവശ്യം എന്ന് പറയുന്നത് കൂടുതൽ പണം കിട്ടുക, കംഫർട്ടബിളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നേഴ്സിംഗ് ജോലിയാണ്. ആ നേഴ്സിംഗ് ജോലിയിൽ നമുക്ക് ലീവ് എടുത്ത് നമ്മുടെ നാട്ടിലേക്ക് വർഷത്തിൽ 1-2 പ്രാവശ്യം വരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ല വരുമാനം സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ടീച്ചറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് 1 മാസം ലീവ് എടുത്ത് നാട്ടിൽ വരാൻ പറ്റുമോ?
കുട്ടികൾക്ക് പഠിപ്പിക്കണം, അവരെ പോർഷൻ കവർ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഉണ്ടല്ലോ. അതിനെ ലോസ് ഓഫ് പേയിലേ അവർക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം BSc നേഴ്സിംഗ് വലുത്, ജനറൽ നേഴ്സിംഗ് ചെറുത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ജർമ്മനിയിലില്ല. അപ്പം നമുക്ക് കുട്ടികൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് അതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ള എന്താ വെച്ചാൽ, ഇപ്പം നാട്ടിലെല്ലാവരും BSc MSc ഒക്കെ BSc നഴ്സിംഗ് പഠിച്ചിട്ട് MSc നഴ്സിംഗ് പഠിക്കുന്നവരുണ്ട്. പക്ഷെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചിങ് അഭിരുചി ഉള്ളവരല്ല MSc നഴ്സിംഗ് പഠിക്കുക. അവർക്ക് ഓക്കെ BSc നഴ്സിംഗ് കഴിഞ്ഞു, പെട്ടെന്ന് ജോലിയൊന്നും കിട്ടുന്നില്ല, കുറെ പേര് MSc പഠിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാനും പഠിച്ചില്ല. അങ്ങനെയല്ല, അതായത് BSc നഴ്സിംഗിന് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളുകൾ പിന്നെ എന്ത് ചെയ്യും? MSc പോകും, MSc നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകും. MSc നഴ്സിംഗിന് ഭയങ്കര മാർക്കുള്ളവർ എന്ത് ചെയ്യും? PhD നഴ്സിംഗ് PhD എടുക്കും. എന്നിട്ട് അതിനേക്കാളും നല്ല ശമ്പളത്തിൽ സാധാരണ നേഴ്സുമാർ വർക്ക് ചെയ്യും. പിന്നെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ BSc നഴ്സിംഗ് പഠിക്കുന്നത് നമ്മുടെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം മാതിരി പഠിക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാമാണ്. അത് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം. ജർമ്മനിയിൽ പ്രോഗ്രാം ഉണ്ട്. BSc നഴ്സിംഗ് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം, ലാംഗ്വേജ് സ്കില്ല് വളരെ കൂടുതൽ വേണം, അവിടെ എൻട്രൻസ് എക്സാം എഴുതണം. ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു BSc നഴ്സിംഗ് കിട്ടത്തുള്ളൂ. സ്റ്റൈപ്പൻഡ് കിട്ടത്തില്ല, സ്വന്തമായിട്ട് പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കണം. അപ്പം അത് നമുക്കൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല, അതിന് പോകാൻ വേണ്ടി സാധിക്കില്ല. സർ, ഇതുമായിട്ട് എനിക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചാൽ, ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റിനെ കുറിച്ചും കുറേ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് ഇന്ത്യയിൽ തിരിച്ചു വന്നത് വാലിഡ് ആയിരിക്കില്ല, ജർമ്മനി മാത്രമേ വാലിഡ് ആയിരിക്കുള്ളൂ, ബാക്കി രാജ്യങ്ങളിൻ്റെ പ്രസക്തി ഇല്ല എന്നൊക്കെയാണ്. അപ്പോൾ അതും അതിനൊരു ക്ലാരിറ്റി കൊടുക്കണം നമുക്ക്. കാര്യം എന്താ വെച്ചാൽ പലർക്കും ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല. എന്താണ് ആക്ച്വലി ഇതിൻ്റെ റിയാലിറ്റി എന്താണ് സർ? അതായത് ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഓരോരോ രാജ്യങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മുടെ രാജ്യം വേറെ രാജ്യത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്യണോ വേണ്ടോ, ഈക്വലൻസി വെച്ചിട്ട് അപ്രൂവ് ചെയ്യണോ വേണ്ടോ എന്ന് ഓരോ രാജ്യങ്ങളാണ് തീരുമാനിക്കുക. ഇപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റഡീസ് കഴിഞ്ഞ് വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് നമ്മുടെ നാട്ടിൽ വന്ന ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ അവിടെ പോയിട്ട് PG കഴിഞ്ഞു, PhD കഴിഞ്ഞു ഒക്കെ വന്നാൽ അത് നമ്മുടെ നാട്ടിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ നമുക്കത് ഗവൺമെന്റ് ജോലിക്കോ മറ്റു കാര്യത്തിനോ വേണ്ടിയിട്ട് അത് PSc അപ്ലൈ ചെയ്താൽ ജോലി കിട്ടില്ല. അതായത് ഓക്സ്ഫോർഡിൽ പഠിച്ചിട്ട് PhD എടുത്തുകൊണ്ടാലും നമ്മുടെ PSc അപ്ലൈ ചെയ്താൽ ഈക്വലൻസി ഇല്ലാത്തത് കൊണ്ട് കിട്ടത്തില്ല. അപ്പം ഇത് ഓരോരോ അതേ സമയത്ത് ആ എഡ്യൂക്കേഷൻ എത്രയോ ഉയരത്തിലാണ് നമ്മുടെ എഡ്യൂക്കേഷനേക്കാളും. ആ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം നോക്കി നിൽക്കുകയായിരിക്കും ഒരു പക്ഷേ. അപ്പം ഈ ഒരു മിത്ത് വെച്ചിട്ടാണ് ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ജർമ്മനിയിലെ കോഴ്സുകൾ നമ്മുടെ രാജ്യം എപ്പോൾ അംഗീകരിക്കുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് അത് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏത് രാജ്യമാണോ ഓരോ രാജ്യത്തിൻ്റെ കോഴ്സുകൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇപ്പം ജർമ്മനിയിലെ ഹൗസ് ബിൽഡിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ വാലിഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. യൂറോപ്യൻ യൂണിയനിൽ എല്ലാം വാലിഡാണ്. ഡെവലപ്ഡ് ആയിട്ടുള്ള എല്ലാ കൺട്രിയിലും വാലിഡാണ്. അവർക്ക് US-ലോ കാനഡയിലോ UK-ലോ അയർലൻഡിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഏത് നാഷണലിലോ പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഒന്ന്, ഈ കുട്ടികളെ എന്താ പറയുക, 5 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഉപേക്ഷിച്ചിട്ട് നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നിട്ട് 15,000 രൂപയുടെ നഴ്സിംഗ് ജോലി എടുക്കാൻ വേണ്ടി പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവിടുത്തെ നഴ്സിംഗ് പഠിച്ചാൽ പോരെ? അതിൽ എനിക്ക് എന്നെ കേൾക്കുന്ന പേരൻസിനോടും സ്റ്റുഡൻസിനോടും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടി, നമ്മളുടെ ഈ ഒരു തോട്ട് പ്രോസസ്സ് വരാനുള്ള മെയിൻ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഏൺ ചെയ്യാനായിട്ട്, അതായത് ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഏൺ ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് കൺട്രികളാണ്. ഇപ്പോൾ UAE ആവാം, സൗദി അറേബ്യ ആവാം, ഖത്തർ ആവാം, ബഹ്റൈൻ ആവാം. അപ്പോൾ അവിടത്തേക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ 100 കൊല്ലം 200 കൊല്ലം അവിടെ നിങ്ങൾക്ക് അത്ര ആയുസില്ല നമുക്ക്, ബട്ട് എത്ര കൊല്ലം നിന്നാലും നമുക്ക് അവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പോ PR അങ്ങനത്തെ അവിടെ ഒരു ലൈഫ്, നമുക്കൊരു ഫാമിലി ലൈഫ് അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റില്ല. ദുബായിൽ തന്നെ ഇപ്പോഴാണ്, ലൈക്ക് റീസെൻ്റ്ലി ആണ് 99 ഇയേഴ്സിലേക്ക് ലീസിന് ഒരു പ്രോപ്പർട്ടി എടുക്കാനുള്ള റൂൾ വന്നത്. പക്ഷേ ജർമ്മനി പോലത്തെ ഒരു രാജ്യത്തേക്ക് പോകുന്നത് നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള മെന്റാലിറ്റി ആയിട്ട് പോകേണ്ട ആളുകളല്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മനി എന്ന് പറയുന്ന കൺട്രി നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ അല്ല. അവിടെ പോയിട്ട് സെറ്റിൽ ആവാന്നുള്ളതാണ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്. സോ തീർച്ചയായിട്ടും ജർമ്മനി അല്ലെങ്കിൽ ജർമ്മനിയേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവർ ചൂസ് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ ജർമ്മനി എന്ന് പറഞ്ഞാൽ GDP-യിൽ 3rd ഉള്ള കൺട്രിയാണ്. അതിന് മുകളിൽ ഇപ്പോൾ നമുക്ക് ചൈനയാണ്. ചൈനയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. US ഒക്കെയാണ് അതിന് മുകളിലുള്ളത്. ഇപ്പോൾ നഴ്സുമാർക്കാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഓസ്ട്രേലിയ ചൂസ് ചെയ്യാം, ന്യൂസിലാൻഡ് ചൂസ് ചെയ്യാം. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് ചിന്തിക്കുക. നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒബിയസ്ലി അത് റെലവൻ്റ് അല്ല. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് തിരിച്ചു വരേണ്ടി വന്നാലും നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ നഴ്സിംഗിന് 15,000 20,000 രൂപയാണ് നാട്ടിൽ സാലറി കിട്ടാൻ പോകുന്നത്. അതല്ല, ഈ ഇപ്പം ജർമ്മനി പോയി 10 വർഷം ജോലി ചെയ്ത് 6 കോടി രൂപ സമ്പാദിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആൾ എന്തിനാണ് പിന്നെ 15,000 രൂപയുടെ ജോലി ചെയ്യാൻ വേണ്ടി പിന്നെ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ 10 വർഷം വർക്ക് ചെയ്ത് എത്ര ശമ്പളം കിട്ടും? 15,000 രൂപ × 12 വെച്ചിട്ട് × 10 വർഷം ആ പൈസയിലൂടെ അടയ്ക്കാൻ തികയത്തില്ല. അപ്പം അവിടെ പോയി ജോലി ചെയ്ത് പൈസ സമ്പാദിച്ചിട്ട് നാട്ടിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ ഒന്ന് വെറുതെ ഇരുന്നാൽ പോരെ? എന്തിനാണ് അങ്ങനെയുള്ള കാര്യത്തിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്?
EduFlair, education driven by passion.